PSR ടീമിന്റെ ഒരു സർവേ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. പ്രീപോൾ സർവേ. അതിൽ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള സർവേ റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. ഇപ്പോൾ പുറത്തുവിടുന്നത് ബാക്കി എറണാകുളം മുതൽ താഴേക്ക് തിരുവനന്തപുരം വരെ, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ. 2026 മാർച്ച് മാസം 22 മുതൽ 15 മുതൽ 22 വരെ എന്ന് പറഞ്ഞാൽ 3 ദിവസം മുമ്പ് വരെയാണ് അവർ സർവേ നടത്തിയിട്ടുള്ളത്. ഇനിയും സർവേകൾ നടക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്നവരും രാഷ്ട്രീയ കാലാവസ്ഥ മാറി മാറി വരും. തെരഞ്ഞെടുപ്പ് എപ്പോഴും അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് അറിയാൻ കഴിയേണ്ടത്. അവർ SC/ST വിഭാഗത്തിൽ നിന്ന് 10% ആളുകളെയും, ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരു 17%, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 22%, നായർ വിഭാഗത്തിൽ നിന്ന് 13%, ഈഴ വിഭാഗത്തിൽ നിന്ന് 19%, മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് 16%, 17%-ഓളം ആളുകളുടെ വോട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. അവർ 10 മുതൽ 15 വരെ ശതമാനം, 18 മുതൽ 19 വയസ്സുള്ളവരുടെ 7%, 20 മുതൽ 29 വയസ്സ് വരെ, 30-39 ഒരു 11% ആളുകൾ, അങ്ങനെ തുടങ്ങി 70-79 വയസ്സിന് ഇടയ്ക്കുള്ള 8.5% ആളുകൾ, പിന്നെ 80-ൽ കൂടുതലുള്ള 1% ആളുകൾ. ഇത്തരത്തിൽ നിന്നാണ് വിവരങ്ങൾ എടുത്തിരിക്കുന്നത്. അവർ റൂറൽ അർബൻ വിവരം എടുത്തിട്ടുണ്ട്. 60% വിവരങ്ങൾ എടുത്തിരിക്കുന്ന റൂറൽ ഏരിയ എന്നാണ്. അർബനിൽ നിന്നൊരു 40% വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. 44% ആണുങ്ങളാണ്, പുരുഷന്മാരാണ് അവരോട് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. 56% സ്ത്രീകളും റെസ്പോണ്ട് ചെയ്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്ന ചില ചിത്രങ്ങളാണ് നമ്മൾ ഇനി അവതരിപ്പിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ LDFന് UDFന് ഒരു മുൻതൂക്കം കിട്ടാൻ സാധ്യതയുണ്ട്. 44%-മാണ് ആൾ കേരള പറയുന്നത്. 38%-ലേക്ക് LDF പോകും. NDA ഒരു 16% വോട്ട് പിടിക്കും. നേരത്തെ 15 16% വോട്ട് പിടിക്കും. 2% മറ്റുള്ളവർ പിടിക്കും. സീറ്റിൻ്റെ എണ്ണം പറയുന്നത് 77 UDFും LDF 54-നും 63-നും ഇടയ്ക്കും NDA 3 സീറ്റും പിടിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി ഓരോ മണ്ഡലങ്ങളെ എടുത്ത് നമുക്ക് ഓരോ മണ്ഡലമായിട്ട് നോക്കിയില്ലെങ്കിലും എറണാകുളം മുതൽ താഴേക്ക് നോക്കിയാൽ തിരുവനന്തപുരം വരേക്ക് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നിരവധി പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ റിസൾട്ടുകൾ അവർ പറയുന്നുണ്ട്. ഇത് പറയുന്നതിനകത്ത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും അവർ പറയുന്നത് LDFും UDFും. കാരണം മലബാർ പ്രദേശത്ത് മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട് മേഖലകളൊക്കെ ജില്ലകളിലൊക്കെ UDFന് അപ്പർ ഹാൻഡ് കിട്ടുമ്പോൾ കോഴിക്കോട് സമാസമം നിൽക്കും. മറ്റ് കണ്ണൂരിൽ LDF ആണ് വരുന്നത്. അതേസമയം താഴേക്ക് വരുമ്പോൾ ഗുരുവായൂർ മുതൽ ചേലക്കര, അതായത് പിന്നെ തൃശ്ശൂർ വരെ നമ്മൾ പറഞ്ഞു. തൃശ്ശൂരിന് താഴേക്ക് വന്ന് കൊടുങ്ങല്ലൂർ, അതും തൃശ്ശൂരിലേക്ക് പോകും. പെരുമ്പാവൂർ മുതൽ ഇങ്ങോട്ട് വന്നാൽ അങ്കമാലി, ആലുവ, കളമശ്ശേരി, പരവൂർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വോട്ടിൻ്റെ ശതമാനം നോക്കുമ്പോൾ UDFന് വലിയ മുൻതൂക്കം കിട്ടുന്ന കുറേ മണ്ഡലങ്ങളാണ് കിടക്കുന്നത്. അത് കളമശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ UDFനാണ് മുൻതൂക്കം കിടക്കുന്നത്. പരവൂർ UDF ആണ് കാണുന്നത്. അത് VD സതീശൻ്റെയാണ്. വൈപ്പൻ 39%-ഓളം വൈപ്പൻ 2 കൂട്ടർക്കും വരുന്നുണ്ട്. 39% വീതം LDFന് UDFന് വരുന്നുണ്ട്. അവിടെ അപ്പോൾ BJPക്ക് 21%-ആണുള്ളത്. അതിന് BJP നിർണായകമാകുമോ എന്നൊരു കളമശ്ശേരി ശരിക്കും പറഞ്ഞാൽ 46%-ത്തിൽ UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. 1% കളമശ്ശേരി രാജീവാണ് മത്സരിക്കുന്നത് മനസ്സിലാക്കുന്നു. ആലുവയിൽ അൻവർ സാദത്ത് വളരെ മുന്നിലാണ്, 48%. അങ്കമാലിയിൽ റോജി M. ജോൺ 51%, വളരെ വലിയ മുന്നിലാണ്. പെരുമ്പാവൂരിൽ അതുപോലെ തന്നെ UDF ആണ്. അപ്പോൾ എറണാകുളം ജില്ല കൊച്ചി UDF ആണ്, തൃപ്പൂണിത്തറ UDF ആണ്, എറണാകുളം UDF ആണ്, തൃക്കാക്കര UDF, കുന്നത്തുനാട് UDF, പിറവ UDF, മൂവാറ്റുപുഴ, കോതമംഗലത്തിൽ സമാസമം വരും. ബാക്കി എല്ലാ മണ്ഡലങ്ങളും എടുത്തു കഴിഞ്ഞാൽ UDF ആണ് എറണാകുളം ജില്ല കൊണ്ടുപോകുന്നത്. അത് ഒരു പരിധിവരെ ശരിയായിരിക്കും. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും UDF ആണ് എറണാകുളം ജില്ല കൊണ്ടുപോയത്. മൂവാറ്റുപുഴ, അത് കഴിഞ്ഞിട്ട് ദേവികുളം വീണ്ടും BJPയിൽ രാജേന്ദ്രൻ മത്സരിക്കുന്നതാണ്. അത് UDF പ്രാവശ്യം കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഉടുമ്പൻചോല, പക്ഷേ MM മണിയുടെ ഉടുമ്പൻചോല LDF നിലനിർത്തും. തൊടുപുഴ വലിയ വ്യത്യാസത്തിലാണ്, 28% വോട്ട് LDFന് കിട്ടും. ഇരട്ടി വ്യത്യാസം, 56% വോട്ട് എന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിൽ തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് ജയിക്കാൻ സാധ്യതയുണ്ട്. ഇടുക്കിയിൽ സമാസമം, റോഷി അഗസ്റ്റിൻ്റെ ഡിസ്ട്രിക്ട് ഇടുക്കിയിൽ 45% വീതം സമാസമം. അവിടെ പക്ഷേ BJPക്ക് ഒന്നും ചെയ്യാനില്ല. പിന്നെ പീരുമേട് വീണ്ടും UDF ആണ് പോകുന്നത്. പാല UDF പിടിക്കും. കടുത്തുരുത്തി UDF ആണ്.
വൈക്കം അതേസമയം SC റിസർവേഷൻ മണ്ഡലം പിടിക്കുന്നത് LDF ആണ്. ഏറ്റുമാനൂർ LDF പിടിക്കുമെന്നാണ് പറയുന്നത്. വാസവൻ ജയിക്കുമെന്നാണ് പറയുന്നത്. കോട്ടയം വലിയ ഭൂരിപക്ഷത്തിൽ 49% വോട്ട് പിടിച്ചുകൊണ്ട് അനിൽകുമാറിന് 35% കിട്ടത്തുള്ളൂ വോട്ട് പിടിച്ചുകൊണ്ട് തിരുവഞ്ചൂർ ജയിക്കും. അതുപോലെ തന്നെ പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. 51% വോട്ട് പറയുന്നു. ചങ്ങനാശ്ശേരി UDF, കാഞ്ഞിരപ്പള്ളി UDF ആണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ജയരാജ് പിന്നെ തോറ്റുപോവോ? കാഞ്ഞിരപ്പള്ളി UDF ആണ് പറയുന്നത്. പൂഞ്ഞാർ UDF പറയുന്നു. അരൂർ UDF പറയുന്നു. ചേർത്തല ആലപ്പുഴ LDF ആണ് വീണ്ടും പറയുന്നത്. അമ്പലപ്പുഴ ഒപ്പത്തിനൊപ്പമാണ് ഓടുന്നത്, പക്ഷേ UDF ജയിക്കുമെന്നാണ് പറയുന്നത്. സുധാകരൻ ജയിക്കും. കുട്ടനാട് ഹരിപ്പാട് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കായംകുളം UDF ജയിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലിജു 3 തവണ നിൽക്കണം. അതിവൈകാരികമായി ലിജുവിൻ്റെ ഒരു പ്രസംഗം ഇന്ന് വന്നിട്ടുണ്ട്. എനിക്കൊരു ചാൻസ് ജനങ്ങൾ തരണം. അങ്ങനെ ലിജു ജയിക്കുമോ? എങ്കിൽ അതൊരു വലിയ അത്ഭുതമായിരിക്കും. മാവേലിക്കരയിലും ചെങ്ങന്നൂരും LDF തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട്. റാന്നി പഴകുളം മധു അടിക്കും UDFൻ്റെ. ആറന്മുള വീണ്ടും LDF അടിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ആറന്മുളയിൽ 32%, 33%, 34% ഒപ്പത്തിനൊപ്പമുണ്ട് കുമ്മനം രാജശേഖരനും. അതുപോലെ തന്നെ അഭിൻ വർക്കിയും ഒപ്പത്തിനൊപ്പം വീണ ജോർജിനോടൊപ്പം ഉണ്ട് ആറന്മുളയിൽ എന്നുള്ളതാണ്. കോന്നി പ്രാവശ്യം UDF അടിക്കും. അടൂർ LDF ആണ്. ഇങ്ങനെ വീണ്ടും ചവറ UDF അടിക്കും. കരുനാഗപ്പള്ളി UDFൻ്റെയാണ്. കുന്നത്തൂർ ഇപ്രാവശ്യം UDF അടിക്കുമെന്നാണ് കേൾക്കുന്നത്. കൊട്ടാരക്കരയും പത്തനാപുരവും LDF പക്ഷേ പത്തനാപുരത്ത് രസകരമാണ്. പത്തനാപുരത്ത് തുല്യമാണ്. ജ്യോതികുമാർ ചാമക്കാലയ്ക്കും ഗണേശനും തുല്യ വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. 39. പുനലൂർ ചടയമംഗലമല്ല LDF അടിക്കും. അതേസമയം കുണ്ടറ കൊല്ലം ഇപ്രാവശ്യം UDF അടിക്കുമെന്നാണ്. എങ്കിൽ ബിന്ദു കൃഷ്ണ കൃത്യമായി ഇനി ജയിക്കും. മന്ത്രിയാകാനും സാധ്യതയുണ്ട്. ഷാനിമോൾ ഉസ്മാനും ജയിച്ചു കഴിഞ്ഞാൽ ഇതിലാരാണ് മന്ത്രിയാവുക എന്നുള്ളതാണ്. ഇരവിപുരം UDF അടിക്കാൻ സാധ്യതയുണ്ട്. ചാത്തന്നൂർ വർക്കല LDF ആണ് പറയുന്നത്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ ആറ്റിങ്ങൽ LDF പറയുന്നു. ചിറയൻകീഴ് LDF, നെടുമങ്ങാട് LDF, വാമനപുരം LDF, കഴക്കൂട്ടം LDF ആണ് പറയുന്നത്. പക്ഷേ അവിടെ NDA തൊട്ടുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് V മുരളീധരൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കടകംപള്ളിയാണോ മുരളീധരനാണോ എന്നറിയില്ല. വട്ടിയൂർക്കാവിൽ മുരളീധരൻ ജയിക്കുമെന്നാണ് ഈ കണക്ക്. തിരുവനന്തപുരത്ത് CP ജോൺ ജയിക്കുമെന്നാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. അരുവിക്കരയിൽ LDF ജയിക്കുമെന്നും പാറശാല കാട്ടാക്കട ഇവിടെയിൽ LDF ജയിക്കുമെന്നും കോവളത്ത് പിന്നെ UDF ജയിക്കുമെന്നും നെയ്യാറ്റിങ്കര LDF ഇങ്ങനെ തുടങ്ങി LDF UDF വ്യത്യാസത്തിൽ വരും. ഇങ്ങനെയൊക്കെ വന്നാലും അവസാനം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത് തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം LDFനാണെങ്കിലും മൊത്തത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും മധ്യ കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് UDF ഉണ്ടാക്കുന്നത്. ആ മുന്നേറ്റത്തിലും വടക്കൻ മലബാറിലെ മുന്നേറ്റത്തിലും കൂടി UDF അധികാരത്തിൽ വരാനാണ് സാധ്യതയെന്നാണ് ഈ PSRൻ്റെ ഈ റിപ്പോർട്ട് പറയുന്നത്. ഇനി ബാക്കി ദിവസങ്ങളിൽ ഇനിയും ഇവരുടെ റിപ്പോർട്ട് വരുന്നുണ്ട്. നമുക്കത് പിന്നാലെ കാണാം.